ഐസക് ഇപ്പോൾ ആ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതിന് അത്ര ഇല്ലായിരുന്നു. ഞാൻ രാവിലെ പറഞ്ഞെങ്കിലും ആ മനോവിഷമമായെങ്കിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനോവിഷമമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു. അത്രേ ഉള്ളൂ. വേറെ അതിൽ അങ്ങനെ അദ്ദേഹം മാപ്പ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഒരു കുഴപ്പമില്ല. കൂടാതെ ഈ പല നേതാക്കളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഫലസ്തീൻ വിഷയത്തിൽ പിഷാരടി വളരെ ഒരു പൊളിറ്റിക്കൽ അല്ലാത്ത നിലപാടാണ്. അതൊക്കെ റീല് കണ്ടിട്ട് അഭിപ്രായം പറയുന്നുണ്ട്. ഒരു വലിയ ചർച്ചയിൽ പറഞ്ഞ വേറെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റീലുകളുടെ 1 മിനിറ്റ് എടുത്തിട്ട് മാത്രം കണ്ട് അത് പ്രചരിപ്പിച്ച് പറയുന്ന കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ അതൊന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ അല്ല പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു വിഷയം, നമ്മൾ അടുത്തുള്ള ആളുകൾ തമ്മിലുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നതിന്റെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞൊരു റീല് കണ്ട് പറയുന്നതാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പലപ്പോഴും CPM ഹാൻഡിലുകളിലൊക്കെ സ്ത്രീ വിരുദ്ധമായിട്ട് ഷാരടി പറയുന്ന ചില വാക്കുകളൊക്കെ തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. ഇല്ല, ഒന്നും വരാൻ സാധ്യതയില്ല. മേക്കപ്പിനെ കുറിച്ച്, സ്ത്രീകൾ ചെയ്യുന്ന മേക്കപ്പുകളെ കുറിച്ചൊക്കെ കൈരളിക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണെന്നാണ് എന്റെ ഓർമ്മ നൽകുന്നത്. അതെന്റെ ഞാനൊരു 26 വർഷം ചെയ്ത പല കോമഡി പരിപാടികളിലും പലതും കിട്ടും. പതുക്കെ എടുത്ത് അങ്ങനെയൊക്കെ നോക്കിയാൽ കിട്ടും. അതൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. തപ്പെട്ട കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ. പണ്ട് തൊട്ട് വലിയ പ്രസംഗമല്ല. ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ നമ്മൾ പോയിരുന്നിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുടെ നമ്മളേറ്റവും അടുത്തുള്ള ആളുകൾ മറ്റ് ദൂരെയുള്ള കാര്യങ്ങൾ അവിടെ പ്രസക്തി ഉണ്ടെങ്കിൽ പോലും അത് ഒരുപാട് ചർച്ച ചെയ്ത് നമ്മൾ തമ്മിലുള്ള ശത്രുത ഒരിക്കലും വളരാൻ പാടില്ല. നമ്മൾ തമ്മിൽ, ഞാനോ നിങ്ങളോ തമ്മിൽ ലോകത്തിൻ്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ ശത്രുത ഉണ്ടാകാൻ പാടില്ലെന്ന് പറഞ്ഞു. വിഷയത്തിന് പ്രസക്തി ഇല്ല എന്നൊന്നുമല്ല പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ പലതും തപ്പിയെടുക്കേണ്ടി വരും. കുറെ ഒരു പോസ്റ്റിന്, മോദിയോടൊപ്പമുള്ള പോസ്റ്റിന് താഴെ നിങ്ങളുടെ കമന്റുകളൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ച ആണ്. ഉണ്ണി അദ്ദേഹത്തിനെ കണ്ടപ്പം ഇട്ട ഫോട്ടോയ്ക്കല്ലേ പറഞ്ഞത്. അത് കുഴപ്പമില്ല. അദ്ദേഹം BJPയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഒരാൾ കാണുന്നതിന് കണ്ടു. ഉണ്ണി എൻ്റെ സുഹൃത്താണ്, എൻ്റെ സഹപ്രവർത്തകനാണ്. അതിനൊരു ആശംസ പറയുന്നൊരു തെറ്റില്ല. ഞാൻ മുകേഷ് ചേട്ടൻ്റെ ഇന്നസെൻ്റിൻ്റെയും പ്രചരണത്തിന് പോയിട്ടുണ്ട്. അപ്പോഴതോ അപ്പോൾ ഞാൻ പെട്ടില്ലേ. ആ വീഡിയോ ഒക്കെ എടുത്ത് തപ്പിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തൊക്കെ വരും. അങ്ങനെയാണെങ്കിൽ മുകേഷ് ചേട്ടൻ്റെ കൂടെ ഞാൻ സൂരാജും പോയിട്ടുണ്ട്. ഇന്നസെൻ്റ് ചേട്ടൻ്റെ പ്രചരണത്തിന് ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ സഹപ്രവർത്തനം എന്നുള്ള നിലയിൽ ഞാനതാ പറഞ്ഞത്. എനിക്ക് കുറേ അധികം ആളുകളെ മനുഷ്യരായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നല്ലോണം. എനിക്കൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അതില്ലാത്തവരിത് തപ്പിക്കൊണ്ട് നടക്കട്ടെ. ഇനിയും മുന്നിലേക്ക് പോട്ടെ. പുറകോട്ടൊക്കെ തപ്പിയ പഴയ കോമഡി പരിപാടിയുടെയൊക്കെ നല്ല പീസുകൾ കിട്ടും, കൊണ്ടുവരിക. അതല്ലേ ഏറ്റവും ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന സാധനം. ആരാന്ന് പറഞ്ഞല്ലോ, ബാക്കി ഓരോന്ന് പറയാൻ പറ്റിയില്ല. സ്ഥാനാർത്ഥിയുണ്ട്, എല്ലാം മൊത്തമാക്കിയല്ലേ. കുഴപ്പമില്ല, അത് പറഞ്ഞോട്ടെ കേട്ടോ. എല്ലാവരും പറഞ്ഞോട്ടെ. അവർക്ക് ജനങ്ങൾക്കൊക്കെ ആളുകളെയൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പരസ്പരം ഒരു വാരി എറിയുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് എനിക്കൊന്ന് മാറിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാവുന്ന രീതിയിൽ, വളരെ നല്ല രീതിയിൽ നമുക്ക് ഇവിടെയുള്ള ജനങ്ങളുടെ പ്രാഥമികമായ ആവശ്യങ്ങൾക്കും അവരുടെ കാര്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളണമെന്ന് ആഗ്രഹിച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയം തുടർന്നു പോകുന്ന ഒരാളാണ്. അത് അങ്ങനെ തന്നെ തുടരും എന്നുള്ള ഉറപ്പ് ഞാൻ തരുന്നു. അല്ല, രണ്ടുപേരും കൂടെ കളിച്ചാലല്ലേ കളിയുള്ളൂ. ഞാനൊരു സൈഡിന് കളിക്കാനില്ല. ഈ സൈസ് കളിക്കില്ല. അവർ പറഞ്ഞോട്ടെ, ഞാൻ കളി നിർത്തി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.